ഹലോ വെൽക്കം ടു സാലി കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ഗും പിന്നെ ചീസും വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ചീസ് ബർഗറാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ പെട്ടെന്നുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല വിശപ്പ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മഞ്ഞ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേവാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ എപ്പോഴും ഞാൻ പുളിച്ച ഉണ്ടാക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിക്കും. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയാവും. നിങ്ങൾക്കറിയാമല്ലോ, പുളിശ്ശേരി പെട്ടെന്ന് റെഡിയാവുമല്ലോ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ, ഒരു 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതേ സെയിം പാനിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബർഗറിൻ്റെ ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ബണ്ണ് നമ്മൾ ഈ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബണ്ണ് നന്നായിട്ട് ചൂടായിട്ട് ടോസ്റ്റായി കിട്ടിയാൽ ഇതിൻ്റെ മുകളിൽ പുളിശ്ശേരി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് സ്ലൈസ് ഇല്ലെങ്കിൽ മയോണൈസ് വെച്ച് കൊടുക്കാം, കെച്ചപ്പ് വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ചീസ് സ്ലൈസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മെൽറ്റാവും. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്